നമസ്കാരം. സിൽവർ ഫെദർ ടാരോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഡിസംബർ മാസം എങ്ങനെയായിരിക്കും? ഡിസംബർ മാസത്തേക്ക് നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഡിസംബർ മാസത്തിൻ്റെ മേജർ തീം എന്താണെന്ന് നോക്കാം. ഡിസംബർ മാസത്തിൽ നിങ്ങൾ നേരിടാൻ സാധ്യതയുള്ള പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും? ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയായിരിക്കും? അടുത്ത മാസം ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? ഇപ്രകാരം ആക്ഷൻ എടുത്താൽ എന്തായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഔട്ട്കം? ഹാപ്പി ഫാമിലി 10 ഓഫ് ദ കപ്സ് ആണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത്. നമുക്ക് ഓരോരോ കാർഡായി നോക്കാം. ഡിസംബർ മാസത്തിലെ പ്രധാന തീം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതായത് സാമ്പത്തികമായ അഭിവൃദ്ധി നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ കുടുംബത്തോടൊപ്പം ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ കാർഡിൽ നിങ്ങൾക്ക് കാണാം. ഒരു ഹാപ്പി ഫാമിലി, കുട്ടികളും സ്നേഹിക്കുന്ന മൃഗങ്ങളും എല്ലാം കൂടി നിങ്ങൾക്ക് ഒരു സംതൃപ്തമായ ഒരു കുടുംബജീവിതം, ധനസമൃദ്ധിയോടുകൂടി. അതാണ് ഡിസംബർ മാസത്തിലെ പ്രധാനമായി നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന വാഗ്ദാനം. അടുത്തത് ഹെർമിറ്റ്. ഈ മാസം നിങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ ഹെർമിറ്റ് ആണ്. അതായത് നിങ്ങൾ കുറച്ച് ഒറ്റപ്പെടുന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അല്പം അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ നമുക്കെടുക്കാം. എന്ത് സാഹചര്യം കൊണ്ടാണ് നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തത, ഒരു ഉൾവലിയൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏസ് ഓഫ് വാൻസ്. അപ്പോൾ ഈ ഒറ്റപ്പെടൽ നിങ്ങൾക്ക് പ്രപഞ്ചം ഒരു ചാൻസ് തരുന്നതാണ്. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് പുതിയതായി എന്തോ ഒരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട്, അതിന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ കുറച്ച് നേരം നിങ്ങൾക്കൊരു ബ്രേക്ക് തന്നിരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങളിരുന്ന് ചിന്തിച്ച് ഈ പുതിയ കാര്യം തുടങ്ങാനുള്ള എനർജിയിലേക്ക് എത്തണം. ഈ ഡിസംബർ മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാന അനുഗ്രഹം എന്താണെന്ന് നോക്കാം. 5 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം കണ്ടെത്തും എന്നാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാ തരത്തിലും നിങ്ങൾ ഏത് തരത്തിലും ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്ത് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അത് നേരിടാനുള്ള ശക്തി ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. അങ്ങനെ നേരിടുന്ന പക്ഷം നിങ്ങളുടെ എതിരാളികൾ നിഷ്പ്രഭമായി തീരും. നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കൂടി എടുക്കാം. ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിജയം വരുന്നതെന്ന്. കിങ് ഓഫ് സോർഡ്സ് എനർജി. പ്രധാനമായും നിങ്ങളുടെ ജോലി സ്ഥലം, കാരിയർ, അങ്ങനെയുള്ളൊരു സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ്, അങ്ങനെയുള്ളൊരു മേഖലയിലായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനൊരു വിജയം വരാനിരിക്കുന്നത്. അടുത്തത് നിങ്ങളെടുക്കേണ്ട ആക്ഷൻ. നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു ഇമോഷണൽ ഓഫർ, അതായത് വൈകാരികമായി നിങ്ങൾ അല്പം സ്റ്റേബിൾ ആവേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഈ അനുഗ്രഹങ്ങളെ മുഴുവനായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വൈകാരികമായ ഒരു സ്റ്റെബിലിറ്റി, നിങ്ങൾ ഒരു ആത്മനിയന്ത്രണം നിങ്ങൾ ശീലിക്കണം.
പ്രതിസന്ധികളുടെ മുന്നിൽ തളരാതെ എന്തു വന്നാലും നേരിടാൻ തയ്യാറായിരിക്കണം. ഇമോഷണലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടം ഉണ്ടാവരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി എടുക്കാം. നൈറ്റ് ഓഫ് വാൻസ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് വാൻസും. അപ്പോൾ നിങ്ങളുടെ പാഷനും നിങ്ങളുടെ ഇമോഷനും തമ്മിൽ നിങ്ങളൊരു ബാലൻസ് കണ്ടെത്തണം എന്നാണ് നിങ്ങൾ എടുക്കേണ്ട പ്രധാന ആക്ഷൻ. നിങ്ങൾക്ക് പാഷനേറ്റ് ആയിരിക്കാം. പുതിയ സംരംഭങ്ങൾ, പുതിയ വിജയങ്ങൾ എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിൽ ഒരുപാട് വിജയത്തിൽ നമ്മൾ മതിമറന്നു പോകരുത്. ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് ഔട്ട്കം. യു വിൽ ഗോ ഡിസ്റ്റൻസ്. നിങ്ങൾക്ക് പ്രോഗ്രസ്സാണ്. വളരെയധികം അടുത്ത 2025 വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള വളർച്ചയും ജീവിത വിജയവും ആണ് പ്രപഞ്ചം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി എടുക്കാം. ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് വളർച്ച വരുന്നത്? ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് വളർച്ച പ്രപഞ്ചം വാഗ്ദാനം ചെയ്യുന്നത്? 6 ഓഫ് സോർഡ്സ് എനർജിയാണ്. മുൻപ് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം, ഈ ട്രബിൾസിൽ നിന്നെല്ലാം മാറി നിങ്ങൾ കുറച്ചുകൂടി ശാന്തമായ, നിങ്ങളുടെ പുരോഗതിക്ക് അനുസൃതമായ ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും, നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചേഞ്ചാണ്, ഒരു മാറ്റമാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും. അങ്ങനെ യാതൊരു നെഗറ്റീവ് ഇഫക്റ്റും ഉണ്ടാവില്ല. വളരെ പോസിറ്റീവാണ്. നിങ്ങൾക്ക് ഡിസംബർ മാസം വളരെ പ്രോഗ്രസ് ഉണ്ടായിരിക്കും, വിജയമുണ്ടായിരിക്കും, പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റും. നിങ്ങളൊരു കിങ് ഓഫ് സോൾസ് ക്ലാരിറ്റി കിട്ടും. നിങ്ങളുടെ ആശയങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള സംരംഭങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾ ഇമോഷണലി ബാലൻസ് നേടേണ്ടതാണ്. നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടായിരിക്കും. ട്രബിൾസിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനത്തിലേക്ക്, നിങ്ങൾക്ക് ശാന്തമായ സമാധാനപൂർണ്ണമായ ഒരു ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കും. ധനസമൃദ്ധിയും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ തരത്തിലും പ്രപഞ്ചം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ അനുഗ്രഹം, ക്യൂൻ ഓഫ് വാൻഡ് എനർജി കൂടി നിങ്ങൾക്ക്, ഇതെല്ലാം ഇപ്രകാരം നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ക്യൂൻ ഓഫ് വാൻഡ് എനർജിയിലോട്ട്, ഒരു നൈറ്റ് ഓഫ് വാൻഡ് ക്യൂൻ ഓഫ് വാൻഡ് എനർജിയിലേക്ക് അത്ര ഉയർച്ച നിങ്ങൾക്ക് ഉറപ്പാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ആവുന്നത് വരെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരിടുന്നു. താങ്ക് യു.